ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് വായിച്ച് നോക്കാം. സഹനം സ്വർഗത്തിലേക്കുള്ള രാജവീതിയാണ്. എല്ലാവർക്കും കുരിശുണ്ട്. ഉദാഹരണത്തിന് ആരോഗ്യമുള്ളവർക്കെല്ലാം എന്തെങ്കിലും ജോലിയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അവ നന്നായി ചെയ്യണമെങ്കിൽ ചില സഹനങ്ങൾ തിരഞ്ഞെടുത്തേ പറ്റൂ. രോഗികൾക്ക് ശാരീരികവും മാനസികവുമായ സഹനമുണ്ട്. ഈ അർത്ഥത്തിൽ സഹനമില്ലാത്തവരായി ആരുമില്ല. ജീവിതാവസ്ഥയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ സഹനമുണ്ട്. കുടുംബജീവിതം നയിക്കുന്നതിൽ തീർച്ചയായും സഹനം ഉൾച്ചേർന്നിട്ടുണ്ട്. സുവിശേഷ വേലയിലും സഹനമുണ്ട്. സ്വന്തം കുറ്റങ്ങളല്ലാതെ നാം അനുഭവിക്കുന്ന രോഗപീഠകളുടെ അവസരത്തിൽ ദൈവത്തെ നിന്ദിക്കാതിരിക്കണമെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കണം. അതും ഒരു സഹനമാണ്. സഹനം സ്വർഗത്തിലേക്കുള്ള രാജവീതിയാണ്. കുരിശിലാണ് രക്ഷ, കുരിശിലാണ് ജീവൻ, കുരിശാണ് നമുക്ക് മനോധൈര്യം നൽകുന്നത്. കുരിശാണ് ആധ്യാത്മിക ആനന്ദത്തിലേക്ക് ഒരു വ്യക്തിയെ നയിക്കുന്നത്. പ്രാർത്ഥിക്കാം. സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ നൽകണമേ എന്ന്. ഓക്കെ, താങ്ക് യു, ബൈ.